വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 8069247571. സാംസ്കാരിക പൈതൃകത്തിന് മുതൽക്കൂട്ടായി വില്വാതിരി പശുക്കളുടെ പരിപാലനത്തിലൂടെ വേറിട്ട ചരിത്രം രചിച്ച് രമേശ് കോരപ്പത്ത്. ആചാരപ്പെരുമയും ഐതിഹ്യ സമ്പന്നതയും ആവോളമുള്ള തിരുവില്ലാമല ഗ്രാമത്തിന്റെ വില്വാതിരി ക്ഷേത്രം അതിപ്രശസ്തമാണ്. വില്വാതിരിനാഥന്റെ ഗോക്കളും ഏറെ പേരുകേട്ടവയാണ്. 1000-ലധികം പശുക്കൾ വില്വാതിരി കുന്നിൽ മാത്രം ഒരു കാലത്ത് മേഞ്ഞു നടന്നിരുന്നതായി വില്വാതിരിയിലെ പഴമക്കാർ ഓർത്തെടുക്കുന്നു. തിരുവില്ലാമല പ്രദേശത്ത് നൂറ്റാണ്ടുകളായി ഈ ഇനം പശുക്കൾ ഉണ്ടെന്നും പശുക്കളുടെ പാരമ്പര്യത്തിനും പഴക്കത്തിനും തിരുവില്ലാമല ശ്രീ വില്വാതിരിനാഥ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നും വിശ്വസിക്കുന്നു. കഠിനമായ വരൾച്ചയെയും ചൂടിനെയും പ്രതിരോധിച്ച് ജീവിക്കാൻ ഇവയ്ക്ക് സാധ്യമാകുന്നു. പൊതുവെയുള്ള ഇളം തവിട്ട് നിറം ചൂടിനെ തടയാൻ സഹായിക്കുന്നു. 1 മീറ്റർ വരെയാണ് പശുക്കളുടെ ഉയരം. ഇവയുടെ കാളകളും 1.5 മീറ്റർ വരെയാണ് ഉയരമുള്ളത്. വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ പശു എന്നീ ഇനങ്ങളെക്കാളും നീളവും ഉയരവും വില്വാതിരി പശുക്കൾക്കുണ്ട്. പച്ചപ്പുല്ലിന്റെ അഭാവമുണ്ടാകുമ്പോൾ മൂർച്ചയുള്ള കൊമ്പുകൊണ്ട് മരത്തിന്റെ തൊലി ഇളക്കിയെടുത്ത് കഴിക്കുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ദൃഢമായ ശരീരപ്രകൃതമുള്ള ഇവയ്ക്ക് കുത്തനെയുള്ള മല കയറാൻ സാധിക്കുന്നു. ശരാശരി ആയുസ് 30 വർഷമാണ്. പാലുൽപാദനം ശരാശരി 3 ലിറ്റർ. മറ്റു പശുക്കളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നതും ഇതെല്ലാമാണ്. ഐവർമഠം ശ്മശാനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന രമേശ് കോരപ്പത്തിന്റെ ഉടമസ്ഥതയിലാണ് വില്വാതിരി പശുക്കളെ പരിപാലിക്കുന്നത്. 30 വർഷമായിട്ട് ഇവിടെ നമ്മൾ നോക്കി നടന്ന പശുക്കളാണ്. പ്യുവർ വില്വാതിരി പശുക്കളാണ്. തിരുവില്ലാമലയുടെ തനത് ഇനം പശുക്കളാണ്. രാമേന്ദ്രേട്ടൻ ഇവരൊക്കെയാണ് നോക്കുന്നത്. രഘു, അമ്പു, ഇതൊക്കെ നമ്മുടെ പഴയ പശുവാണ്. കുറേ വയസ്സായിട്ടുണ്ട്. ഇത് പുഴയിൽ പോയി മേയ്ക്കാൻ വിടും. അവിടെ പോയിട്ട് ഒന്ന് വേറെ നിറച്ച് വരും. വൈക്കോല്, ചോളകത്തോട് ഇതൊക്കെയാണ് കൊടുക്കുന്നത്. രാവിലെ ഒരു 10 മണിക്ക് വിടും. 2 മണി വരെയൊക്കെ പുഴയിൽ മേയും. മേയ്ക്കാൻ അങ്ങോട്ട് പോവും. ആള് പോവും, വിളിച്ചാൽ വരും. എല്ലാം ഒരേ ബ്രീഡാണ്. തിരുവില്ലാമലയുടെ വില്വാതിരി 10-70 പശുക്കളുണ്ട്. ഇതിൻ്റെ പാല് ആണ് ഇവിടെ സഞ്ചയന കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ചാണകം, ഗോമൂത്രം, തൈര്, നെയ്യ് ഇതൊക്കെയാണ് നമ്മൾ പഞ്ചഗവ്യമായിട്ട് ഉപയോഗിക്കുന്നത്. വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ അവിടുത്തെ പഞ്ചഗവ്യത്തിന് നമ്മൾ ഇവിടുന്നാണ് കുറേ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പിതൃകർമ്മത്തിനും എല്ലാം ഇതന്നെ ഉപയോഗിക്കുന്നു. പഞ്ചഗവ്യം സഞ്ചയന കർമ്മങ്ങൾക്കൊക്കെ ഇത് ആവശ്യമാണ്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അത്യാവശ്യം വളർത്താൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ വംശവർദ്ധനവാണ് ഇനി. ഇത് ഒരു ബ്രീഡായിട്ട് അംഗീകരിക്കണം. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അതിൻ്റെ റിസർച്ച്. ഇപ്പോൾ KLD ബോർഡ് ഇതിൻ്റെ ബുള്ളിനെ കൊണ്ടുപോയിട്ട് സെമൻ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നും ഈ വില്വാതിരിയുടെ സെമൻ അവൈലബിൾ ആണ്. അവരവിടെ പുത്തൂർ ഫാമിലോ ധോണി ഫാമിലൊക്കെ ഇതിൻ്റെ ബുള്ളിനെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ബുള്ളിനെ വളർത്താനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ പറയാം. അവർ നമുക്ക് സെമൻ എത്തിച്ചു തരും. ഇൻസിമിനേഷന് വേണ്ടിയിട്ട് അവർ ആളുകൾ സർക്കാരിൻ്റെ ഇതിലുണ്ട്, അല്ലാതെ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. 70ഓളം പശുക്കളാണ് ഇവിടെയുള്ളത്. രാവിലെ ഗോശാലയിൽ നിന്നും ഗോക്കളെ നിലാതീരത്തെ പുഴയോരത്ത് സ്വതന്ത്രമായി വിടുകയാണ് പതിവ്. വൈകുന്നേരം ഇവയെല്ലാം ഗോശാലയിലേക്ക് തിരിച്ചെത്തും. പാമ്പാടി മൃഗാശുപത്രിയുടെ സേവനത്തോടെയാണ് ഇത്രയും വില്വാതിരി പശുക്കളെ സംരക്ഷിക്കുന്നത്. കാലികൾക്ക് ആവശ്യമായ മരുന്നുകളും വിദഗ്ധർ ഇവിടെ നിന്ന് നൽകുന്നു. കേരളത്തിലെ നാടൻ പശുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വില്വാതിരി.
ഇതിപ്പോൾ ഈ വെച്ചൂര്, കാസർഗോഡൻ, വടകര, കുള്ളൻ, പെരിയാർ ഡോർഫ്, കുട്ടമ്പുഴ, വില്ലുവാതിരി, ചെറുവള്ളി, അങ്ങനെ അനങ്ങന്മല, കുള്ളൻ, അങ്ങനെ കുറേ ഉയരം കുറഞ്ഞ നാടൻ പശുക്കൾ. അതിൽ ഈ വില്ലുവാതിരി പശുക്കളുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. ഇതിൽ റിസർച്ച് നടത്തിയിട്ട് അവരിത് വളരെ വംശശുദ്ധിയോടുകൂടി നിലനിർത്തേണ്ടതാണെന്നും ഇത് അന്യം നിന്നും പോരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ പശുക്കളോട് നിർത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നോക്കി പരിപാലിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയ ചിലവ് വരുന്നതാണ്. ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ പ്രശ്നം. പുല്ലും വൈക്കോലൊക്കെയാണ്, പക്ഷെ ഇതിന് കുറേ സഹായികളും ആവശ്യമാണ്. ഒരു വർഷം ഒരുപാട് വൈക്കോൽ ആവശ്യമായി വരും. വൈക്കോലിന് നല്ല വിലയാണ്. വൈക്കോലിന് വില ഉണ്ടെന്നുള്ളത് പോലെ തന്നെ കിട്ടാനും കൃഷിയൊക്കെ കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തവിടാണ് കൊടുക്കാറ്, അരിത്തവിടും ചോളത്തവിടുമാണ് കൊടുക്കാറ്, മറ്റു കാറ്റിൽ ഫീഡൊന്നും കൊടുക്കാറില്ല. ചെറിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ശവസംസ്കാരവും മരണാനന്തര കർമ്മങ്ങളിൽ നിന്ന് വലിയ സമയം നമുക്ക് കിട്ടാത്തതുകൊണ്ട് അത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പാല് പിന്നെ നിറയെ ആവശ്യക്കാരുണ്ട്. വലിയ പാല് കിട്ടുന്നതിനല്ല, നമുക്ക് ഇവിടെ തന്നെ കുറേ ആവശ്യമുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിനും പൂജാകാര്യങ്ങൾക്കും കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നമ്മൾ ചായക്കോ മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാറ്. തന്റെ പൈതൃക സംസ്കാരം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് രമേശ് കോരപ്പത്ത് പറയുന്നു. നല്ല കുറേ ആളുകൾ വളർത്തുന്നുണ്ട്. ഇത്രയും കൂടുതൽ എണ്ണം എൻ്റെ അടുത്താണുള്ളത് മാത്രം. വില്ലുവാതിരിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയാണ് അതിൻ്റെ ബേസ്. ഒരുപാട് ആളുകൾ തൃശ്ശൂർ ഒരു മനു എന്ന് പറഞ്ഞിട്ട് ചാലക്കുടിയിലുള്ള മനുവേട്ടൻ, മനുസാറ് വളർത്തുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കൊടുത്തതും അല്ലാതെയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. തൃശ്ശൂരിന് വേറെ കുറേ ആളുകൾ എടുത്തുണ്ട്. തൃശ്ശൂരുണ്ട്, കുന്നംകുളത്തുണ്ട്, പിന്നെ ചാലക്കുടിയിലുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, കോട്ടയത്തുണ്ട്. അവരത് അതിൻ്റെ ബുള്ളും കൂടി ഉണ്ടാവും. അതിന് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് എണ്ണങ്ങളായിട്ടുള്ളതുണ്ട്, ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ. നമ്മൾ ബുള്ളുണ്ട്, നമ്മൾ ക്രോസിങ് ബുള്ള് തന്നെയാണ്, 3-4 ബുള്ളുണ്ട്. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ അതിനൊരു പുഴയിലേക്ക് മേയാൻ വിടുമ്പോൾ തന്നെ ക്രോസിങ് നടക്കും, അതനുസരിച്ച് പിടിക്കും. പ്രസവിക്കുമ്പോഴേ നമ്മൾ പ്രസവിക്കാറായി അടുത്ത ദിവസങ്ങളിലാണ് അറിയുന്നത്. ഇതൊക്കെ വളരെ വയസ്സായ പശുക്കളുണ്ട്, 20 വയസ്സും 25 വയസ്സൊക്കെയുള്ള പശുക്കളുണ്ട്. എല്ലാ വർഷവും പ്രസവിക്കും. പാല് 2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. 2 നേരം കൂടി ഒരു 3 ലിറ്റർ, അതിൽ കൂടുതൽ അങ്ങനെ കിട്ടില്ല. പക്ഷെ ഉള്ളത് മരുന്നാണെന്ന് പറയാം. അതുപോലെ തന്നെ ഗോമൂത്രം ആവശ്യപ്പെട്ട് വരുന്നവരും ചാണകം ആവശ്യപ്പെട്ട് വരുന്നവരൊക്കെ ഉണ്ട്. നെയ്യും തൈരും ഒക്കെ ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട്. മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ഇവിടെ വന്ന് വാങ്ങിക്കാറ്. അത് ചാണകം നമ്മൾ നമ്മുടെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കും. മരുന്ന് പോലെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികം പാല് വാങ്ങിക്കാറ്. പശുക്കളുടെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യം കൊടുത്താണ് ഇവിടെ പരിപാലിക്കുന്നത്. തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ട്രസ്റ്റ് ഓഫീസിന് സമീപത്തായാണ് രമേശ് കോരപ്പത്തിന്റെ ഗോശാല നിലകൊള്ളുന്നത്. ശ്മശാനത്തിലെ ചടങ്ങുകൾക്കൊപ്പം തന്നെ പശുക്കളെയും പരിപാലിക്കുന്നു. പശുക്കളുടെ കിടാരികളെയും ആവശ്യമുള്ളവർക്കായി ഇവിടെ നിന്ന് നൽകുന്നുണ്ട് എന്ന് രമേശ് കോരപ്പത്ത് അറിയിച്ചു. അതിനായി ഐവർമഠം ട്രസ്റ്റുമായി ബന്ധപ്പെടുകയും വേണമെന്നും അദ്ദേഹം പറയുന്നു. ഞാനിവിടെ ഈ സംസ്കാര കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങിയ സമയം മുതൽ 30-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഞാനിത് വീട്ടിൽ തന്നെ തറവാട്ടിലുണ്ടായിരുന്ന പശുക്കളെ കുറച്ചെണ്ണത്തിനെ കൊണ്ടുവന്ന് ഇവിടെ നോക്കി അങ്ങനെ വളർത്തിയുണ്ടാക്കിയതാണ്. കാരണം കൃഷി ആണ് നമ്മളുടെ ഉപജീവന മാർഗം. പഴയകാലം പോലെ അമ്മയും അച്ഛനും അമ്മയും വല്യമ്മയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള പശുക്കൾ ഇവിടെ വന്നിട്ട് പെറ്റുപെരുകി ഉണ്ടായിട്ടുള്ളതാണ്. അതിപ്പോൾ എത്ര വർഷമായി വെച്ചാൽ അറിയില്ല, പൂർവികരായിട്ട് ഇനി ഉള്ളതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം വില്ലുവാതിരിനാഥൻ്റെ പശുക്കൾ എന്നാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ വില്ലുവാതിരിനാഥനുള്ള പാല് കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ മുടക്കിയിട്ടില്ല. കോവിഡ് കാലത്ത് പോലും മുടക്കിയിട്ടില്ല. ഇത് ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പശുവിൻ്റെ ഗുണം മനസ്സിലാക്കി ഇതിനെ വളർത്താനൊക്കെ തയ്യാറായി മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവണം. അതൊക്കെയാണ് ഇപ്പം ഇനി ആവശ്യം. ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല. കുട്ടികളെയൊക്കെ ധാരാളം ആളുകൾ ചോദിച്ചു വരാറുണ്ട്, നമ്മൾ കൊടുക്കാറുമുണ്ട്. CC വിനു, തിരുവില്ലാമല.